ഹായ് ഫ്രണ്ട്സ്, നോൺ വിഷ്വൽ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഓഡിയോ ലാബ് എന്ന ആപ്ലിക്കേഷനാണ്. ഓഡിയോ എഡിറ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ നമുക്ക് ഓഡിയോ പ്ലേ ചെയ്യാനായിട്ട് സ്പീഡ് കൂട്ടി പ്ലേ ചെയ്യാൻ, അതുപോലെ സീക്വൻസ് റോൾ ഒക്കെ അപ്ലൈ ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഓഡിയോ ലാബ് യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഓഡിയോ ലാബ് ഓപ്പൺ ചെയ്യുന്നു. ഓഡിയോ ലാബ് ഓപ്പൺ ചെയ്തു. ഇനി അവിടെ റെക്കോർഡ് ഓഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്വൈപ്പ് ചെയ്ത് നോക്കിയാൽ കിട്ടും റെക്കോർഡ് ഓഡിയോ. അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. Trim audio, row 1. Merge audio, row 2. Tag editor, column. Convert compress audio. Record audio, column 2. Record audio, അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. Silent mode is off now. Record audio സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഫോക്കസ് ഇരിക്കുന്നത് നമുക്ക് നമ്മുടെ ഓഡിയോയ്ക്ക് കൊടുക്കാനുള്ള ടൈറ്റിൽ, അതിൻ്റെ എഡിറ്റ് ബോക്സ് ആയിരിക്കും. അവിടെ കുറച്ച് നമ്പേഴ്സൊക്കെ കാണും. അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനുള്ള പേര് അവിടെ കൊടുക്കുക. ഓക്കെ, എന്ത് ടൈറ്റിലാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കുക. ഇനി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫോർമാറ്റൊക്കെ വേണമെങ്കിൽ MP3 ആക്കി കൊടുക്കാം. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്വൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പോസ് ഡ്യൂറിങ് ഫോൺ കോൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിട്ടും. പോസ് ഡ്യൂറിങ് ഫോൺ കോൾ, പോസ് ഡ്യൂറിങ് ഫോൺ കോൾ. ആ ഓപ്ഷൻ ഓഫ് ആണെങ്കിൽ അത് ഓൺ ചെയ്ത് വയ്ക്കുക. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു നമ്മുടെ ഫോൺ റിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റെക്കോർഡ് പോസ് ആവും. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോർ സ്കിപ്പ് സൈലൻസ്, അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ 2 വേർഡ്സിനിടയിലുള്ള സൈലൻസ് അത് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നമ്മുടെ ഓഡിയോ ഏറ്റവും ചെറുതായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നോയ്സ് സപ്രസർ, അത് നമുക്ക് വേണമെങ്കിൽ ഓൺ ചെയ്ത് വെക്കാം. നോയ്സ് സപ്രസർ അത് നമുക്ക് ഓൺ ചെയ്ത് വെക്കാം. ദെൻ ഇത്രയൊക്കെ ആണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ സ്റ്റാർട്ട് ബട്ടൺ കിട്ടും. അത് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ ചെന്ന് നിൽക്കുന്നത് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള സ്ക്രീനിലാണ്. അവിടെ നമുക്ക് റെക്കോർഡ് ബട്ടൺ കിട്ടും. നമ്മുടെ ഹോം ബട്ടണിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഉണ്ട് റെക്കോർഡ് ബട്ടൺ. സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് നമ്മൾ സ്കിപ്പ് സൈലൻസ് ഓൺ അത് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് വളരെ സ്ലോ ആയിട്ട്, അതായത് വേർഡ്സിനിടയിൽ കുറച്ച് സൈലൻസ് വന്നാലും അതൊക്കെ സ്കിപ്പ് ചെയ്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ റെക്കോർഡ് ചെയ്യേണ്ടത് ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ വേർഡ്സിനിടയിലും കുറേ സ്പേസ് വെച്ചിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ റെക്കോർഡ് എങ്ങനെ വരുന്നു നോക്കാം. അപ്പോൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ആദ്യം സ്റ്റാർട്ട് റെക്കോർഡിംഗ് നമുക്ക് കൊടുക്കാം. സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഇത് കൊടുത്തിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യാണ്. ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മുടെ റെക്കോർഡ് പോസായി. ഇനി ഞാൻ റെക്കോർഡ് ചെയ്തത് എനിക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ റൈറ്റിലേക്ക് ഒരു പ്രാവശ്യം സ്വൈപ്പ് ചെയ്താൽ മതി. പ്ലേ റെക്കോർഡിംഗ് ബട്ടൺ ഇത് ഞാൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് റെക്കോർഡ് ചെയ്തത്, പക്ഷേ അതിനിടയിൽ ഇപ്പോൾ സ്പേസ് ഇല്ലാണ്ട് നമുക്ക് കിട്ടും. കാരണം നമ്മൾ സ്കിപ്പ് സൈലൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിരിക്കുന്നത് കൊണ്ട്. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാം. ഇനി വീണ്ടും എനിക്ക് ഇതിൻ്റെ ഐ ലവ് മൈ കൺട്രി നെക്സ്റ്റ് സെൻറ്റൻസ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യാം. സ്റ്റാർട്ട് റെക്കോർഡിംഗ് ബട്ടൺ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും പ്ലേ ചെയ്ത് നോക്കണമെങ്കിൽ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം. അത് നമ്മൾ റെക്കോർഡ് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കിയിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ റെക്കോർഡ് ചെയ്തത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ എനിക്കിത് ഒന്നുകൂടി റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒന്നുകൂടി ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. അത് കൊടുക്കാം. റീസ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ വാർണിംഗ് എന്ന് പറഞ്ഞിട്ട് ആർ യു ഷുവർ യു വാണ്ട് ടു റീസ്റ്റാർട്ട് റെക്കോർഡിംഗ്, അതായത് ഇത് കംപ്ലീറ്റ് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഓക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ക്യാൻസൽ കൊടുക്കാം. ക്യാൻസൽ ഞാൻ ക്യാൻസൽ ചെയ്യാണ്. നമുക്കത് കളയണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ കളഞ്ഞിട്ട് രണ്ടാമത് നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ എനിക്ക് ഇത്രേ ഉള്ളൂ റെക്കോർഡ് ചെയ്യാനെങ്കിൽ നമുക്കിത് സേവ് കൊടുക്കാം. സേവ് ബട്ടൺ അത് ഏകദേശം മുകളിലായിട്ടുണ്ട്. നമുക്ക് സ്വൈപ്പ് ചെയ്താൽ കിട്ടും സേവ്. ഓക്കെ, സേവ് കൊടുത്തു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സേവ് ആവും. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അത് നമ്മുടെ ഓഡിയോയുടെ പേര് പറയും, പിന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയും, പിന്നെ ഇവിടെ പ്ലേ ബട്ടൺ ഉണ്ട്. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം നമ്മുടെ ഓഡിയോ. ഓക്കെ, അത് ഓക്കെ, അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഡിയോ ലാബ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ടാബ് മുകളിലുണ്ട്. അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഓഡിയോ ലാബിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ സ്കിപ്പ് സൈലൻസ് എന്ന് പറയുന്ന ആ ഓപ്ഷനൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമ്മുടെ ഓഡിയോ ഏറ്റവും ഷോർട്ടായിട്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയാണ് ഓഡിയോ ലാബിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. താങ്ക് യു. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം.